നമസ്കാരം. മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുള്ള 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ. മലപ്പുറത്ത് വ്യാജ മയക്കുമരുന്ന് കേസുകളിൽ യുവാക്കളെ പെടുത്തുന്ന പോലീസുകാരെക്കുറിച്ച് മുൻപ് PV അൻവർ പരാതി ഉന്നയിച്ചതാണ്. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഓപ്പറേഷൻ പോലീസിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയെന്ന് സമ്മതിച്ചോ മലപ്പുറം SP? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ. ഈ മയക്കുമരുന്ന് മാഫിയയ്ക്കും സ്വർണം പൊട്ടിക്കൽ മാഫിയയ്ക്കും പോലീസിനകത്തെ മാഫിയയ്ക്കുമെതിരെ സംസാരിച്ചതിന് പരാതിപ്പെട്ടതിന്റെ പേരിൽ ജോലി രാജിവെക്കേണ്ടിവന്ന മലപ്പുറത്തെ മുൻ SI N ശ്രീജിത്തും ഈ ചർച്ചയിലുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ചൈത്ര തെരേസ ജോൺ വെളിപ്പെടുത്തുന്നത് ആരെക്കുറിച്ചാണ്? ആരൊക്കെയാണ് ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ? അജിംസെ, അത് ഈ നിലവിൽ ഇന്ന് മലപ്പുറം SP വെളിപ്പെടുത്തിയ വിഷയം, അത് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഈ MDMA കടത്തുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനായിട്ടുള്ളത്. കരിപ്പൂരിൽ കഴിഞ്ഞ ജനുവരിയിൽ രജിസ്റ്റർ ചെയ്തൊരു കേസുണ്ട്, ക്രൈം നമ്പർ 5226. അതിനകത്ത് പോലീസ് പിടിച്ചെടുത്തത് 40 ഗ്രാം MDMA ആണ്. ഈ 40 ഗ്രാം MDMA പിടിച്ച കേസിൽ 2ാം പ്രതിയായിട്ടുള്ള ഒരു കബീർ. ഈ കബീറിന്റെ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ള വീട്ടിലെ ഔട്ട് ഹൗസിലാണ് കരിപ്പൂരിലെ SHO താമസിച്ചിരുന്നത്. ഈ SHOയോട് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും മുൻ SPയും നിരവധി തവണ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, SP ഇത്രയും പേര് പറഞ്ഞിട്ടും അദ്ദേഹം അവിടുന്ന് മാറി താമസിക്കുവാൻ തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ബോസ് ആരാണ്? 22/1/2026 ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. നമുക്കറിയാം 40 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകളിൽ NDPS ആക്ടിന്റെ സെക്ഷൻ 36 പ്രകാരം 180 ദിവസം കഴിഞ്ഞാൽ മാത്രമേ പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന് അവകാശമുള്ളൂ. ഈ കേസിനകത്ത് 30 ദിവസം കഴിയുന്നതിന് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ അടുത്ത മാസം ഫെബ്രുവരി 19-ാം തീയതി ഈ പറഞ്ഞ സോ കാൾഡ് പ്രതി ജാമ്യത്തിലിറങ്ങും. അപ്പൊ ഈ പ്രതിയെ സഹായിച്ചതാരാണ്? ഈ പറയുന്ന ഈ പ്രതിയുടെ വീട്ടിൽ മാസങ്ങളോളം വാടക കൊടുക്കാതെ താമസിച്ച ഈ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് സ്വർണ്ണക്കടത്ത് നിലവിൽ ഈ പറയുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിലേക്കാണ് ഇതിന്റെ അന്വേഷണം ചെന്ന് നിന്നിട്ടുള്ളത്. ഇനി ഇതിനപ്പുറത്തേക്ക് അന്വേഷണം പോകണമെന്ന് ഇന്ന് SPയുടെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വിശദമായ അന്വേഷണം വേണം, അതിനുശേഷം മാത്രമേ ഒരു കൺക്ലൂഷനിൽ എത്താവൂ എന്നാണ് SP പറയുന്നത്. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് SHO അല്ല, അതിനു മുകളിൽ ഈ പറയുന്ന DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥനിലേക്കോ, ഇനി അതുമല്ല അതിനപ്പുറത്തേക്കും ആ അന്വേഷണം പോയാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നും ഞാൻ മനസ്സിലാക്കുന്നത്. SP-യുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ SP-ക്ക് അത് അന്വേഷിക്കാവുന്നേ, അല്ലെങ്കിൽ മുകളിലേക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ തെളിവുകൾ വേണം, കൂടുതൽ അന്വേഷണം വേണമെന്ന് SP-ക്ക് ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? SP-യുടെയും മുകളിലുള്ള ആരോ ആണോ ആ തലവൻ? അല്ല, അതാണ് ഞാൻ SP-യുടെ ഇന്നത്തെ മീഡിയ വണ്ണോട് സംസാരിച്ച SP-യുടെ കൺവെർസേഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, SP-യുടെ അന്വേഷണത്തിന്റെ അധികാര പരിധിക്ക് പുറത്തേക്കുള്ള ഉദ്യോഗസ്ഥന്മാരിലേക്ക് ഇതിന്റെ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് എന്നും, ഒരുപക്ഷെ വളരെ താമസിയാതെ ആ ഉന്നതനിലേക്ക് ഈ അന്വേഷണം എത്തുമെന്നും ഈ വന്ന പുതിയ സർക്കാർ ഈ ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ഈ ലഹരി മാഫിയക്കെതിരായിട്ടുള്ള ഈ ശക്തമായ ഈ നീക്കങ്ങളുടെ ഭാഗമായി ഈ ഉന്നതനെ കണ്ടെത്തുമെന്നും അവർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീജിത്ത്, ഈ മയക്കുമരുന്ന് മാഫിയയുമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. പക്ഷേ PV അൻവർ MLA അന്ന് MLA ആയിരുന്ന സമയത്ത് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം മലപ്പുറത്ത് വ്യാജ മയക്കുമരുന്ന് കേസുകളിൽ യുവാക്കളെ പെടുത്തുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണോ ഈ വ്യാജ മയക്കുമരുന്ന് കേസ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ?
അതിനകത്ത് യാതൊരു സംശയമില്ലല്ലോ. വ്യാജ മയക്കുമരുന്ന് കേസുകൾ എന്ന് പറയുന്നത് ഞാനിത് ആൾറെഡി എനിക്ക് തോന്നുന്നു പല ഫോറങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ നിങ്ങൾ തന്നെ ചില ഓഡിയോ ക്ലിപ്സുകൾ മീഡിയ വണ്ണിലൂടെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഈ വ്യാജ മയക്കുമരുന്ന് കേസുകളിൽ ഈ പറയുന്ന യുവാക്കളെ, പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട യുവാക്കളെ പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പല വോയിസ് ക്ലിപ്പുകളും മീഡിയ വണ്ണിലൂടെ പുറത്തു വന്നിട്ടുള്ളതാണ്. ആ മാഫിയ ഇപ്പോഴും ഈ പറയുന്ന മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഈ പറയുന്ന ഒരു വശത്ത് ഈ പറയുന്ന വലിയ തോതിലുള്ള കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള നമ്മുടെ ഇന്നാൾ ഒമാനിൽ നിന്ന് 2.5 കിലോ MDMA വന്ന ഒരാളെയാണ് പിടിച്ചത്. DRI ആണ് പിടിച്ചത്. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ദേശീയ മാത്രമല്ല അന്തർദേശീയ തലത്തിലുള്ള വേരുകൾ ആഴ്ന്നു കിടക്കുന്ന ഈ മാഫിയയുടെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ PV അൻവർ ഉന്നയിച്ച കാലഘട്ടത്തിലെ ഈ പറയുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു റാക്കറ്റിന്റെ ഭാഗമാണോ എന്നാണ് ഞാൻ സംശയിക്കുന്നതും വിശ്വസിക്കുന്നതും. അതായത് 9 കിലോയൊക്കെ പിടിക്കുമ്പോൾ എന്തിനാണ് ഒരു പോലീസുകാരൻ സസ്പെൻഡ് ചെയ്യുന്നത്? അയാൾക്ക് മനസ്സറിവുണ്ടായിരുന്നു ആ കടത്തലിൽ? ഇല്ല, അതാണ് 9 കിലോ പിടിച്ച് അദ്ദേഹത്തിന്റെ ഫോൺ ഈ ഒമാനിൽ നിന്ന് വരുന്ന ആളുടെ പിടിച്ച കേസിൽ ആ ഫോൺ ഇപ്പൊ DRI ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ നിങ്ങളെല്ലാം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ വലിച്ചെറിയുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പൊ DRIയുടെ പരിശോധന നടന്നു വരുന്നു. ആ ഫോറൻസിക് പരിശോധന കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന വൻ തോക്കുകളിലേക്ക് DRIയുടെ അന്വേഷണം മുമ്പോട്ട് പോകും. അപ്പോൾ അത് ആ DRIയുടെ അന്വേഷണത്തിൽ പോലീസിന് ബന്ധമുണ്ട് ഇത്രയും വലിയ മയക്കുമരുന്ന് കടത്തലിൽ എന്ന് വ്യക്തമാവുകയാണ്. അവിടെയാണ് ചൈത്ര തെരേസ ജോൺ ഞങ്ങൾക്ക് തെളിവില്ലല്ലോ, തെളിവ് ശേഖരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരൊരു മുൻകൂർ ജാമ്യമാണ് എടുക്കുന്നത്. അതായത് ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആദ്യം ചെയ്യേണ്ടത് പോലീസിൽ ഈ മാഫിയ എത്ര പേരുണ്ട്, അതിൽ എത്ര ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് വേറെ തരത്തിൽ അന്വേഷിക്കുകയല്ലേ വേണ്ടത്? ഉറപ്പായിട്ടും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഇപ്പം മെനിങ്ങാന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഈ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നു. ഇത് യഥാർത്ഥത്തിൽ 1985 നിലവിൽ വന്ന NDPS ആക്ടിന്റെ സെക്ഷൻ 68 കൃത്യമായി പറയുന്നുണ്ട് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. അതായത് മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ, മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ടവർ, അവരുടെ ബന്ധുക്കൾ, അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനെന്ന് ഓൾറെഡി എന്തുണ്ട് 1985 വന്ന ഈ സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പുതിയ ആഭ്യന്തരമന്ത്രിയുടെ ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് അതിവിജയകരമായി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന മയക്കുമരുന്ന് മാഫിയുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധമുള്ള പോലീസുകാരെ ആദ്യം എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ അത് വിജയകരമായി കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്, ഈ പോലീസിനകത്തെ മയക്കുമരുന്ന് മാഫിയ എത്ര വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്? അത് മലപ്പുറത്ത് മാത്രമാണോ അതല്ല മറ്റിടങ്ങളിലും ഉണ്ടാവുമോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ മയക്കുമരുന്ന് മാഫിയ ഇപ്പൊ ഏറ്റവും പ്രശ്നം എന്താണ്? ഇപ്പൊ പുതിയതായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗ്സുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളത്. പണ്ട് ഈ കഞ്ചാവ് അങ്ങനെയുള്ള സാധാരണ നാച്ചുറൽ ഡ്രഗ്സ് അത് മാറി ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറിയപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത് കൺവേ ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഇപ്പം 10 ഗ്രാം കൊണ്ടുവരണമെങ്കിൽ അവരെ പോക്കറ്റിൽ ഇടാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇവിടുത്തെ പോലീസുകാർ അതിൽ പെടാനുള്ള കാരണം ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഈ പറയുന്ന ഒരു സൈഡിലുള്ള ആൾക്കാരുടെ NDPS സബ്സ്റ്റൻസുകൾ കടത്തിവിടുകയും മറ്റൊരു വിഭാഗത്തിൻ്റെ എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഈ പറയുന്ന ഒരു വിഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വിഭാഗമായിട്ട് ഒരു അലയൻസിലേക്ക് പോവുകയും മറ്റ് ചെറിയ വിഭാഗങ്ങളുടെ എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ മാഫിയ വർഷങ്ങളായിട്ട് കേരള പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. അത് ഈ വിവരങ്ങൾ, ഈ മാഫിയയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരു വിഭാഗത്തിന് സൈഡ് പിടിക്കുന്നതാണോ? അതല്ല ഇതിങ്ങനെ നടന്നോട്ടെ, ഇനി അത്യാവശ്യം ഞങ്ങൾ പിടിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ ചെറുമീനുകളെ പിടിക്കുന്നു, അതാണോ എൻ്റെ സ്ട്രാറ്റജി? അല്ല, അത് ഇതേ കാര്യം തന്നെയാണ് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ നടന്നത്. അതേ സ്ട്രാറ്റജി തന്നെയാണ് ഈ പറയുന്ന എസ്പെഷ്യലി മലബാർ മേഖലയിൽ നടന്നുകൊണ്ടിരുന്നത്. ശരി, ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. ശ്രീ ജയേന്ദ്രൻ, എന്തു തോന്നുന്നു? കാരണം ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ രമേശ് ചെന്നിത്തല ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട ആളുടെ സ്വത്ത് കണ്ടുകെട്ടും തുടങ്ങിയ കർശനമായ നടപടികളിലേക്കാണ് സർക്കാർ പോകുന്നത്. അപ്പോഴാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ വെളിപ്പെടുത്തൽ മീഡിയ വണ്ണോട്. അവർ പറയുന്നത് 3 പോലീസുകാരെ ഓൾറെഡി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുള്ളവർ.
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ബന്ധമുണ്ട്, അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് ചൈത്ര പറയുന്നത്. അതായത് ഈ മാഫിയ പോലീസിൽ ഉണ്ട് വർഷങ്ങളായി. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ യഥാർത്ഥത്തിൽ പോലീസിൽ നിന്നല്ലേ തുടങ്ങേണ്ടത്? പോലീസില് ഈ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പൊ പുതുതായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല പുതിയ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അതിനു മുമ്പ് പിന്നെ ഓപ്പറേഷൻ ഡി ഹണ്ട്, യോദ്ധാവ് തുടങ്ങിയ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറെ കാലമായി നടന്നു വരികയാണല്ലോ ഈ മയക്കുമരുന്ന് രാസലഹരികൾക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള നിലയിൽ. ഇത് ഇപ്പോ മലബാറിലെ ഒരു കാര്യം എടുത്താൽ മലപ്പുറവും കോഴിക്കോടുമാണ് അതിന്റെ ഹബ്ബായിട്ട് നിൽക്കുന്ന രണ്ട് ജില്ലകളായി അറിയപ്പെടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് പോന്നാല് കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം ഇത്രയും സ്ഥലങ്ങളാണ് ബാക്കിയുള്ള ഹബ്ബുകളായി പോലീസിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ അവർക്ക് ബന്ധം ആരുമായിട്ടാണ്? എല്ലാവരും പറയുന്നത് കർണാടകയും ഗോവയുമാണ് ഈ കാർട്ടലുകളുടെ കേന്ദ്രം. അത് കാർട്ടലായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട കാർട്ടലുകളുടെ ആസ്ഥാനമായിട്ട് നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് കർണാടകയും ഗോവയും. അപ്പൊ അവിടുന്ന് എത്രയോ പതിറ്റാണ്ടുകളായി ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് കാലാകാലങ്ങളിൽ ഓരോ ഭരണകൂടങ്ങളും പിന്നെ പൊടിക്കൈകൾ നടപ്പാക്കുന്നതിനും അപ്പുറം ഏത് ഇപ്പൊ തൊട്ടുമുമ്പ് ഭരിച്ച LDF സർക്കാരാണെങ്കിലും ഇപ്പൊ അധികാരത്തിലേറിയ UDF സർക്കാരാണെങ്കിലും ഇതിന്റെ വേരെടുത്ത് കളയാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ കടലാസിലെ പ്രഖ്യാപിക്കാൻ കഴിയാറുള്ളൂ. അത് ഇൻ എഫക്ട് പ്രയോഗത്തിൽ വരുമ്പോൾ മറ്റ് പല ഇടപെടലുകളാണ് സ്റ്റേറ്റിനകത്തു നിന്നും സേനയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ വരുന്ന ആ ഒരു പിന്നെ എന്താണ് പറയുന്നത് സമ്മർദ്ദങ്ങൾ അത്ര വലിയ പ്രശ്നമുള്ള കേസാണ്. ഇപ്പൊ ഈ സമ്മർദ്ദം എവിടെ നിന്നുള്ളതാണെന്നുള്ള ശ്രീ ജയേന്ദ്ര ഒരു ചോദ്യം നോക്കൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. മെയ് 4 തീയതി വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഈ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അലറി വിളിച്ച് ഈ വോട്ടെണ്ണൽ റിസൾട്ട് ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഒരു 11:30 ആകുമ്പോഴേക്കും നമുക്ക് ഫലത്തിൻ്റെ ഏതാണ്ട് സൂചന കിട്ടുമല്ലോ. UDF അധികാരത്തിൽ വരുവാണെന്നുള്ള സൂചന കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബ്രേക്ക് ചെയ്തൊരു വാർത്തയാണ് കരിപ്പൂരിൽ ഈ സ്വർണം പിടിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട 3 പോലീസുകാരെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ബ്രേക്ക് ചെയ്യാണ്. അതായത് സർക്കാർ മാറാൻ പോവുകയാണ്, മാറിയിട്ടില്ല. ഫലം വരുന്ന സമയത്താണ് പോലീസ് ഈ ഉത്തരവിടുന്നത്. അത് ഇതേ മലപ്പുറത്ത് അതേ പോലീസ് മേധാവിയാണ് പറയുന്നത് സ്വർണം പൊട്ടിക്കൽ കേസ് മാത്രമല്ല മയക്കുമരുന്ന് മാഫിയുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്ന് സംശയമുണ്ട്, ഞങ്ങൾ അന്വേഷിക്കുകയാണ് എന്ന്. അപ്പോൾ ഇത് ഈ ചൈത്ര തെരേസ ജോണിന് ഇതിപ്പോൾ പറയാൻ പറ്റുന്നത്, ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ വർഷങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇത് അന്വേഷിക്കാനോ അതിനൊരു നടപടി സ്വീകരിക്കാനോ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് രാഷ്ട്രീയമായ ഒരു ഗാർഡിയൻഷിപ്പ് അവരുടെ മേലുള്ളതുകൊണ്ടല്ലേ? അതിന്റെ ഇടയ്ക്ക് താങ്കൾ പറഞ്ഞ കരിപ്പൂർ ഇഷ്യൂ ഉണ്ടല്ലോ, വോട്ടെണ്ണൽ ദിവസം ഉണ്ടെന്ന് പറഞ്ഞത്, അത് പിന്നെ ഒരു ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനേ കഴിയില്ല. എന്താണെന്ന് അറിയാമോ? കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്ന സമയമാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിന്റെ കീഴിലാണോ? അല്ല ജയചന്ദ്രൻ, ഞാൻ പറയുകയാണ് അത് സർക്കാർ ഇടപെടലല്ലെന്നേ, സർക്കാർ തീരുമാനമേ അല്ല. കാരണം ഭരണം മാറാൻ പോവാണെന്ന് തോന്നുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടി സ്വീകരിക്കാനുള്ള ധൈര്യം വരുന്നു. അല്ല സാർ, അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ട്രാൻസ്ഫറും പോസ്റ്റിംഗ് ഒക്കെ നടത്താൻ പറ്റും. അപ്പോ വേറെ ഏത് കക്ഷിയാണെങ്കിലും അത് CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും അങ്ങനല്ലേ പറ്റൂ. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ ചർച്ചാ വിഷയം അതല്ലല്ലോ അജിൻസെ. അപ്പൊ നമുക്ക് അതിലേക്ക് പോകണ്ട. ഇപ്പൊ ഇത് ഏത് പിന്നെ മുന്നണി ഭരിച്ചാലും ഇവർ അതിശക്തരാണ്. ചെറിയ ഇടപാടൊന്നും അല്ല നടത്തുന്നത്. പിന്നെ ഞാൻ ഒരു 2-2.5 വർഷം മുമ്പ് കൊച്ചിയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ചാനൽ ചർച്ചകൾ ആക്റ്റീവായിട്ട് നടന്ന സമയത്ത് ഞാൻ അതൊന്ന് അന്വേഷിച്ചിരുന്നു. അന്നൊരു ചാനൽ ചർച്ച പങ്കെടുക്കാൻ വേണ്ടി. അന്ന് പിന്നെ ഒരു മാസം ഞെട്ടിപ്പോകുന്ന ഒരു കണക്കാണ്. ഒരു മാസം 10,000 കോടി രൂപയുടെ ചരക്കാണത്രേ കർണാടകയിൽ നിന്ന്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ കേന്ദ്രമാക്കി ഇങ്ങോട്ട് ചാടുന്നത്, കേരളത്തിന്റെ വിവിധ അതിർത്തികൾ വഴി ഇങ്ങോട്ട് ചാടുന്നത്. നമ്മൾ സ്വാഭാവികം ഞെട്ടുകല്ലാതൊന്നും ചെയ്യാനില്ലല്ലോ. ഒരു സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ വിവരങ്ങൾ, സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ആ വിവരങ്ങൾ തരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആർക്കാണ് ചെയ്യാൻ കഴിയുക? പിന്നെ ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ചില പദ്ധതികൾ അത് എവിടെയെങ്കിലുമൊക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്കതിനകത്ത് ഞാനത് നല്ല കാര്യമായിട്ടേ പറയൂ കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് മാത്രമല്ല,
പ്രഖ്യാപിച്ച ആ പദ്ധതിയെ പറ്റി അങ്ങേയറ്റം മതിപ്പുള്ള ആളുമാണ് ഞാൻ. കാരണം അത്തരത്തിലുള്ള പദ്ധതികൾ ഇടയ്ക്കെങ്കിലും നടക്കുന്നത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി അപ്പുറത്തോളം ആ കാര്യം പിന്നെ സക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിന് അപ്പുറത്തേക്ക് വലിയൊരു ഈ അന്വേഷണം നടത്തി ഇതിന്റെ ആമൂലാഗ്രഹം വേറെ വെക്കാനുള്ള സ്വാധീന ശക്തികളുള്ള ബ്യൂറോക്രസി ഒന്നും കേരളത്തിൽ നിലവിലില്ല, ഇന്ത്യയിൽ തന്നെ അല്ല, പിന്നെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി. ശരി, ശ്രീ അനിൽ ബോസ്, ഇവിടെ നോക്കുക, ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചിട്ട് ഇത്രയും ദിവസമായി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പറയുകയാണ് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അതിനു പിറകെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ മാഫിയുമായി ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിന് തെളിവുകൾ ശേഖരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അത് ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ SP ആയ ചൈത്ര തെരേസ ജോണിന്റെ മുകളിലുള്ളവരാണോ എന്നും വ്യക്തമല്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ യഥാർത്ഥത്തിൽ പോലീസിൽ നിന്ന് തുടങ്ങണം, അത് മലപ്പുറത്തു നിന്ന് തുടങ്ങണം. കാരണം മലപ്പുറത്ത് നിന്ന് തുടങ്ങാൻ ഒരു കാരണം, മുൻ MLA PV അൻവർ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അത് നേരത്തെ അദ്ദേഹം രാഷ്ട്രീയമായി ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട്. മലപ്പുറത്തെ പോലീസിന്റെ സ്വർണം പൊട്ടിക്കൽ മാഫിയ ബന്ധം, മറ്റൊന്ന് മയക്കുമരുന്ന് ബന്ധം, മറ്റൊന്ന് നിരവധി ക്രൈം കേസുകൾ പോലീസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ തൂഫാൻ തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ പോലീസിൽ നിന്നല്ലേ? പോലീസിന്റെ പിന്തുണയില്ലാതെ ഈ മാഫിയകൾ വളരുമോ ശ്രീ അനിൽ ബോസ്? നിലവിൽ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നു. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ തൂഫാനും നാർക്കോ ഹണ്ടും അടക്കമുള്ള പുതിയ ശൈലിയിലെ അന്വേഷണ സംവിധാനങ്ങൾ, പരാതികൾ ഉയർത്തിക്കൊണ്ടുവരാൻ, ധൈര്യമായി പരാതി പറയാൻ, അവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് സംവിധാനങ്ങൾ, സാങ്കേതിക മാറ്റത്തിനനുസരിച്ചുള്ള ശൈലിയുമായിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു സർക്കാർ വന്നതേ ഉള്ളൂ. ആ വന്ന് എല്ലായിടങ്ങളിലും സ്റ്റാഫ്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള മാറ്റകേറ്റ നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെ ഗവൺമെൻറ് കടന്നിട്ടില്ല. ഒരു സിസ്റ്റം മാറുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മാറുക എന്നതല്ല, അല്ലെങ്കിൽ മന്ത്രിമാർ മാറുക എന്നുള്ളതല്ല. അതിനപ്പുറം വില്ലേജ് ഓഫീസിലെ പിയൂൺ മുതൽ അങ്ങ് ചീഫ് സെക്രട്ടറി വരെയുള്ള ആളുകളിൽ കാതലായ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തും ഈ ഗവൺമെൻറ്, ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ നടപടിക്രമങ്ങളെ, ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ലഹരി വേട്ട നടപടിക്രമങ്ങളെ ആത്മാർത്ഥമായി കേരളം സ്വാഗതം ചെയ്യും, കേരളം പിന്തുണയ്ക്കും. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അദ്ദേഹം 10 വർഷം മുമ്പ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന ഓപ്പറേഷൻ കുബേര. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബ്ലേഡ് മാഫിയയുടെ കടന്നുകയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞ രമേശ് ചെന്നിത്തലയുടെ നടപടിക്രമങ്ങളെ അജിംസ് ഓർക്കുന്നില്ലേ? കേരളം അഭിനന്ദിച്ചില്ലേ? സ്ത്രീകളുടെ മുടി മുറിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ, അതുപോലെ കൊലപാതകം, അക്രമം അടക്കമുള്ള ബ്ലേഡ് മാഫിയ കൊടികുത്തി വാണകാലം. അന്നാണ് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്നത്. വളരെ സിമ്പിളായ ആളുകളോട് ഇടപെടുന്ന, സൗമ്യമായി സംസാരിക്കുന്ന ശൈലിയുള്ള രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തല. എങ്കിലും ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കുബേര കേരളത്തിലെ പൊതുസമൂഹത്തിന് സമ്മാനിച്ച ശാന്തതയും സമാധാനവും ഈ സന്ദർഭത്തിൽ ഏറെ അഭിമാനത്തോടെ കൂടി ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുടക്കം, ലഹരി വേട്ട, ഈ മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കൃത്യമായി ഒരു ഫൗണ്ടേഷൻ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയുണ്ടായി. എല്ലാ സ്ഥലത്തും നൂറുകണക്കിന്, ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി CPM അടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്തരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ നടത്തിയിട്ടുള്ള പൊതുബോധവൽക്കരണ ക്യാമ്പയിൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു ദൗത്യം വരുമ്പോൾ അദ്ദേഹം തുടങ്ങുകയാണ്. ഇത് ജൂൺ 2-നാണെന്നേ സംസ്ഥാനതല ഉദ്ഘാടനം. അപ്പം ഇപ്പോൾ പുറത്തുള്ളത് മാത്രമാണ് ലഹരി വേട്ട എന്ന് വിചാരിക്കേണ്ട. അകത്തുള്ള ലഹരിയും കൃത്യമായി അതിന്റെ മാഫിയ ആരാണെങ്കിലും അത് തച്ച് തകർത്തിരിക്കും. കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ലഹരി മാഫിയ. ഒരു സെക്കൻഡ് അല്ലല്ല, ഞാൻ തടയുന്നതല്ല, ഞാൻ അതിലേക്ക് ഒരു ആഡ് ചെയ്യുന്നതാണ്. സാധാരണ ഇത് എക്സൈസ് ഒക്കെ ചെയ്യുന്ന പണിയാണ്, പോലീസിനും അത് ചെയ്യാം. പോലീസാണ് പക്ഷേ ഇതിൻ്റെ ഒരു നോഡൽ ഏജൻസിയായിട്ട്, ഈ ഓപ്പറേഷൻ തൂഫാന്റെ നോഡൽ ഏജൻസിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ആ പോലീസിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ മാഫിയുമായി ബന്ധമുള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസ് ഈ ഓപ്പറേഷൻ നടത്തിയിട്ട് എന്ത് കാര്യം എന്ന് ചോദ്യം വരില്ലേ അനിൽ ബോസ്? അങ്ങനല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും കുഴപ്പക്കാരാണോ? സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ നടന്മാരും മാഫിയയുടെ ഭാഗമാകാറുണ്ടോ?
നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും കുഴപ്പക്കാരാണ്. നമ്മൾ അങ്ങനെ ജനകീയവൽക്കരിച്ചും മഹത്വവൽക്കരിച്ചും സാമാന്യവൽക്കരിച്ചും പോകണ്ട. നിലവിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് കൃത്യമായി വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയാണ് ഈ പോരാട്ടം തുടങ്ങുന്നത്. അത് സമൂഹത്തെ കാർന്നു നിന്നുന്ന, നമ്മുടെ കുടുംബങ്ങളെ കാർന്നു നിന്നുന്ന സംഭവമാണ് ലഹരി മാഫിയയുടെ കടന്നുകയറ്റം. അതിനെതിരെയുള്ള നടപടികളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ടീമിനെ നിയോഗിച്ചുകൊണ്ടും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഡ്രഗിനെതിരെയായിട്ടുള്ള, ഗഞ്ചായി എതിരെയായിട്ടുള്ള പോരാട്ടം ആഭ്യന്തര വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അത് എക്സൈസ് വകുപ്പ് ചെയ്യേണ്ട ജോലി എക്സൈസ് വകുപ്പ് ചെയ്തോളും. ശ്രീ എം ലിജു ആണ് എക്സൈസ് വകുപ്പ് മന്ത്രി. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ, വ്യക്തിശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വലിയ ദീർഘവീക്ഷണമുള്ള ആളാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെയും ശ്രീ എം ലിജുവിന്റെയും കൂട്ടായ പ്രവർത്തനം ലഹരി മാഫിയക്കെതിരെ ഉണ്ടാവും. അതിന് ഉദ്യോഗസ്ഥ തലത്തിലുണ്ട് എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ ഞങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നതിനുള്ള നടപടികളും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകും എന്ന് കേരളത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകാമെന്ന്. ഞങ്ങളുടെ നിലപാടുകൾ ലഹരി മാഫിയയ്ക്കൊപ്പമല്ല, ഒരു മാഫിയയ്ക്കും ഒപ്പമല്ല. ഞങ്ങളുടെ നിലപാടുകൾ ജനപക്ഷത്തിനൊപ്പമാണ്. കുടുംബ ജീവിതം, കുടുംബത്തിലെ അംഗങ്ങൾ, അവരുടെ സാമാന്യ ജീവിതം, സമാധാന ജീവിതം, അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, ഒരു തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഈ ലഹരി മാഫിയക്കെതിരെയുള്ള നടപടികളെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. അത് 100% വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യാൻ കഴിയുന്ന അനുഭവ സമ്പത്തും ഭരണപരിചയമുള്ള ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ഈ നടപടി ജൂൺ 2 തുടക്കം കുറിക്കുമ്പോൾ പുറത്തുള്ളതും ഇനി അകത്തുണ്ടെങ്കിൽ അകത്തുള്ളവരെയും കയ്യാമം വയ്ക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ജിംസെ. ശരി, ശ്രീജിത്ത്, ഈ ചൈത്ര തെരേസ ജോൺ തന്നെ ഇത് പറയുന്നതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചൈത്ര കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരുമായി ഒരു കൊമ്പുകോർക്കലിൽ സ്ഥലമാറ്റപ്പെട്ട ആളാണ്. അതായത് അവർ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് മുൻപ്. ഈ SP സുജിത് ദാസിനൊക്കെ ശേഷം ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ പോലീസ് മേധാവിയായി അവർ വരുമ്പോൾ അവരുടെ ഒരു സവിശേഷമായ താല്പര്യം ഈ മാഫിയെ തകർക്കാൻ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അതിന് കഴിയുമോ? അവരെക്കാൾ എത്ര ശക്തമാണ് പോലീസിലെ ഈ മാഫിയ ബന്ധം? അല്ല, ഈ ചൈത്ര മാഡത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അജിംസ് പറഞ്ഞതുപോലെ അവർ തിരുവനന്തപുരം DCP ആയിരിക്കുന്ന സമയത്താണ് പാള ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറിയിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് CPMന്റെ നടപടി നേരിട്ട് അവരെ ഒതുക്കപ്പെടുന്നത്. പിന്നെ വളരെ കാലത്തിന് ശേഷമാണ് അവർ ആലപ്പുഴ SP ആയിട്ട് വരുന്നത്. ഈ SP ആയിട്ട് വരുന്നപ്പോഴാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചതാണ് ഈ ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനം. അതുമായി ബന്ധപ്പെട്ട് ഈ ഗൺമാന്മാർ ചെയ്തത് അവരുടെ ഔദ്യോഗിക ഡ്യൂട്ടി അല്ല, അല്ലെങ്കിൽ CPMന്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനമല്ല. അതവർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൊടുത്തത് ശ്രീമതി ചൈത്ര തെരേസ ജോൺ മാഡം, ചൈത്ര തെരേസ ജോൺ IPS ആണ്. അപ്പോൾ അവർ വ്യക്തമായിട്ട്, അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടല്ല, വ്യക്തമായി നീതി നടപ്പാക്കണമെന്ന് നീതിബോധമുള്ള, അതുപോലെ നീതിബോധമുള്ള ഒരു പിതാവിന്റെ മകൾ കൂടിയാണ് ഇപ്പോൾ നിലവിലെ മലപ്പുറം SP. ഇവരുടെ പിതാവ് മുമ്പ് ഇൻഡയറക്റ്റ് ടാക്സസിന്റെ ചെയർമാനായിരുന്നു, IRS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം ആ പിതാവിന്റെ പിന്തുടർച്ചയും അതുപോലെ തന്നെ നീതി നടപ്പിലാക്കണമെന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഈ 3 ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യുന്നതിനായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിനായി അതിനുശേഷം അവരുടെ ഉന്നത കണ്ണികളിലേക്ക് ഈ അന്വേഷണത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നും ഇന്ന് വ്യക്തമായി മീഡിയ വണ്ണിനോട് തന്നെ സംസാരിച്ചു. എന്താണ്, നമ്മൾ അതിന്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇനി പിടിക്കപ്പെടേണ്ടത് ആരാണ്? ഉന്നതന്മാരാണ്. ഇനി ഈ പറയുന്ന പൊതുബോധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട ഈ പറയുന്ന ലഹരിക്കടത്തുമായി ബന്ധമുള്ളവർ, നമ്മൾ മനസ്സിലാക്കും. DRI പിടിക്കുന്ന പ്രതികൾ, അവിടുത്തെ ഡ്രൈവർ, മറ്റൊരു പോലീസുകാരൻ, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഈ MDMA-കാരന്റെ വീട്ടിൽ താമസിക്കുന്നു. അവന്റെ വീട്ടിന്റെ ഷെയ്ഡിൽ നിന്നും 20 ഗ്രാം MDMA കണ്ടെത്തുന്നു, ഈ പറയുന്ന CA താമസിച്ച വീട്ടിൽ നിന്ന്. അതിന് ഈ കഴിഞ്ഞ ഗവൺമെന്റ് ആ CAക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തു? നിലമ്പൂർ സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷം എടുത്തൊരു കേസുണ്ട്, 489/25, പിടിച്ചത് 1/2 കിലോ MDMA ആണ്. ആ കേസിലെ ആ പ്രതിക്ക് ഒരു ഫാം ഹൗസ് ഉണ്ട്. ആ ഫാം ഹൗസിൽ അവിടുത്തെ നിരന്തര സന്ദർശകരായിരുന്നു അവിടുത്തെ DYSPയും അവിടുത്തെ CAയും. ഈ പറയുന്ന പ്രതിയുടെ CDRൽ ഉണ്ടായിരുന്നു ഈ 2 നമ്പറുകളും. ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പറഞ്ഞ കരിപ്പൂരിലെ CAയും ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ നിലമ്പൂരത്തെ CAയും അല്ലെങ്കിൽ നിലമ്പൂരത്തെ DYSPയും എല്ലാവരും തന്നെ ഈ പറയുന്ന സുജിത് ദാസ് എന്ന് പറയുന്ന ഈ പറയുന്ന വളരെ കുപ്രസിദ്ധനായ ഈ ഓഫീസറുടെ പെറ്റായിട്ടുള്ള ആൾക്കാരായിരുന്നു.
അതുകൊണ്ടാണ് അവർക്കെതിരെ യാതൊരു നടപടി ഉണ്ടായില്ല. ഇപ്പൊ പുതിയ SP വരുന്നു. അവർ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കരിപ്പൂരിൽ നടന്ന സ്വർണ്ണക്കടത്ത്, ഈ പറയുന്ന MDMA കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത്, കരിപ്പൂരിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുത്തെ നിയമലംഘനങ്ങളെല്ലാം തന്നെ PV അൻവർ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായി ചർച്ച ചെയ്യുന്നത്, ഇതൊക്കെ സത്യമാണ് എന്ന് നിയമപരമായി കണ്ടെത്തുന്നതിന്റെ പുറകിലാണ് ഇപ്പോഴുള്ള ചൈത്ര തെരേസ ജോൺ മാഡം. അവർക്ക് ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ UDF സർക്കാരിന്റെ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിനെ എന്ത് ചെയ്തിരിക്കുന്ന, അപ്പാടെ ഗ്രസിച്ചിരിക്കുന്ന വിപത്താണ് ഈ പറയുന്ന ലഹരി മാഫിയ. അതിന് ഈ ചൈത്ര മാഡം മുമ്പോട്ട് വെച്ചിരിക്കുന്ന അദ്ദേഹം ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ഇവിടെ അനിൽ ബോസ് പറഞ്ഞു. ആ സമയത്ത് ഒരു ഓപ്പറേഷൻ കുബേര നടത്തിയിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷൻ കുബേരയിൽ പോലെയല്ല ഈ പ്രശ്നം. കാരണം ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരെ പൂട്ടുകയും ചെയ്തൊരു സംഭവമാണ്. ഇവിടെ പ്രശ്നം ഇത് ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാതെ ഈ മാഫിയയ്ക്ക് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. കാരണം ഈ കഴിഞ്ഞ 10 വർഷം നടപടി ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല തർക്കം. പൊളിറ്റിക്കൽ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, അതുപോലെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ, ഇതിലത് ഈ മാഫിയോട് നിൽക്കില്ല. അതിനുള്ള തെളിവാണെന്ന് ചൈത്ര തെരേസ ജോൺ പറയുന്നത്. അപ്പോൾ ഇനി രമേശ് ചെന്നിത്തല ആത്മാർത്ഥമായി വിചാരിക്കുകയാണ് ഇവരെയൊക്കെ അങ്ങ് പൂട്ടിക്കളയാമെന്ന് വിചാരിച്ചാലും ഈ സംവിധാനം അതിന് വഴങ്ങുമോ? കാരണം ഈ മാഫിയയുടെയൊക്കെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരുടെ നക്ഷത്രങ്ങൾ എത്ര എണ്ണം ഉണ്ടാകും എന്നുകൂടി അന്വേഷിക്കണമല്ലോ ശ്രീജിത്ത്. അല്ല, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം അനിൽ ബോസ് സാറ് പറഞ്ഞതുപോലെ, എന്താണ് രമേശ് ചെന്നിത്തല സാറ് പുതിയ തൂഫാനുമായി വരുന്നു. കേരളത്തിന്റെ എക്സൈസ് മന്ത്രി കേരള മുഖ്യമന്ത്രിയോട് ആദ്യം ആവശ്യപ്പെട്ടത് എന്താണ്? ബെവ്കോ MDയുടെ സ്ഥാനത്ത് നിന്ന് നിലവിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റണം, ആ ഉദ്യോഗസ്ഥനുമായി എനിക്ക് മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ലിജു എന്ന നമ്മുടെ അനിൽ ബോസ് സാറ് പറഞ്ഞതുപോലെ ഇത്രയും കാര്യക്ഷമതയുള്ള ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ വകുപ്പ് മന്ത്രി പറയുന്നു എന്താണ്, എക്സൈസിന്റെ മേധാവിയല്ല MR അജിത് കുമാർ സാർ, അദ്ദേഹം ബിവറേജസിന്റെ MD ആണ്, കോർപ്പറേഷന്റെ MD ആണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹവുമായി ഒരു നിമിഷം പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഈ അജിംസ് പറഞ്ഞതുപോലെ ഈ തോളിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുന്നു. ഈ പറയുന്ന തോളിലെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടിയുള്ള ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന താഴെ മുതലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പറയുന്ന ഇത്തരം മാഫിയകളുമായിട്ടുള്ള ബന്ധത്തെ എക്സ്പോസ് ചെയ്ത് അതിനെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഈ പറയുന്ന തൂഫാൻ എന്ന പരിപാടി വിജയകരമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. ശരി, ശ്രീ M ജയചന്ദ്രൻ, നോക്കുക, നിങ്ങൾ കരുതുന്നുണ്ടോ ഈ മാഫിയ ഗോവയിലോ കർണാടകയിലോ ഇരുന്ന് ഏതൊക്കെയോ കിച്ചനുകളിൽ കുക്ക് ചെയ്തെടുക്കുന്ന മയക്കുമരുന്ന് ഇങ്ങോട്ട് ഫ്രീ ആയി കൊണ്ടുവന്ന് വിൽക്കുകയാണ് ഒരു തരത്തിലുള്ള പോലീസ് ഭരണകൂട പിന്തുണയും ഇല്ലാതെ എന്ന്? അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇപ്പോ ഈ താങ്കൾ 10 വർഷത്തെ ചരിത്രം എടുത്തോളൂ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നടത്തിക്കോളൂ. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇത് ഏത് ഭരണകൂടം വന്നാലും ഈ ഡ്രഗ് കാർട്ടൽ എന്ന് പറയുന്നത് വലിയൊരു സമാന്തര ഭരണകൂടമാണ്. അതിന്റെ അറ്റവും മൂലയും മാത്രം നോക്കി എവിടെങ്കിലും പിടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ ഉദാഹരണം മലപ്പുറത്ത് ജയേന്ദ്രൻ, ഞാൻ ഇന്ത്യയിലെ മാത്രമല്ല, ഇപ്പൊ കൊളംബിയയിലെയോ മെക്സിക്കോയിലെയോ കാർട്ടലുകളെ കുറിച്ച് പഠിച്ചാലും അവർ നിലനിൽക്കുന്നത് ഭരണകൂടത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ കൊണ്ടാണ്. ഭരണകൂടം തീരുമാനിച്ചാൽ ഈ കാർട്ടലുകൾ ഒന്നുമല്ല. എത്രയോ കാർട്ടൽ തലവന്മാരെയൊക്കെ ഭരണകൂടം പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണകൂടം തീരുമാനിച്ചാൽ ഇതിനെ തകർക്കാം. തീരുമാനിക്കാതിരിക്കുന്നത് ഏതോ തരത്തിലുള്ള പിന്തുണ ഈ മാഫിയകൾക്കുള്ളത് എന്നുകൊണ്ടല്ലേ? അല്ല, ഇന്ത്യയിലെ ഒരു ഉദാഹരണം പറയൂ താങ്കൾ. അങ്ങനെ ഈ ഡ്രഗ് കാർട്ടലുകളെ തകർത്ത ഒരു ഭരണകൂടം ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടെങ്കിൽ എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും ചെയ്യുന്നില്ല. കാരണം ഈ ഭരണകൂടം, എല്ലാ ഭരണകൂടങ്ങളും ഇത് മാഫിയ വളരെ അനുവദിക്കുകയാണ്. ഇപ്പോ മോദി ഇന്ത്യ ഭരിക്കുകയാണ്. അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. നോക്കൂ ജയേന്ദ്രൻ, അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് വരുന്ന പോർട്ട് എവിടെയാണ്? അത് അമിത്ഷായുടെ ഹോം സ്റ്റേറ്റായ ഗുജറാത്തിലാണ്. അല്ല, അതന്നെ ഈ രാസലഹരി എന്ന് പറഞ്ഞ ഇപ്പൊ കേരളത്തിലേക്ക് വരുന്ന സാധനം ഇപ്പൊ കഴിഞ്ഞൊരു 7-8 വർഷമായിട്ടാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതിനു മുമ്പുണ്ടായിരുന്നു 70കളുടെ ഒടുക്കം മുതൽ 80കളുടെ ആദ്യം മുതൽ തന്നെ MDMA രാസലഹരി ഇന്ത്യയിലേക്ക് മറ്റ് പല പേരുകളിലും വരുന്നുണ്ട്. MDMA ആവുന്ന അടുത്ത കാലത്താണ് മെത്താംഫെറ്റമിൻ എന്നുള്ള നിലയിലേക്ക് വരുന്നത്.
കേരളത്തിൽ മറ്റ് പല ലഹരികളുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കഞ്ചാവിന് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നതാണ്. MDMA എന്ന് പറയുന്നത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുമില്ല. അത് രാസലഹരിയാണ്, സിന്തറ്റിക് ഡ്രഗ് ആണല്ലോ. അപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ് വരുന്നത്, ഇപ്പൊ ഞാനതാണ് പറഞ്ഞു തുടങ്ങിയത്, മലപ്പുറത്ത് 3 പോലീസുകാരെ പിടിച്ച് സസ്പെൻഡ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. ഈ പോലീസുകാരെ പിടിക്കുമ്പോഴല്ല, പോലീസിന് ഇത്തരത്തിലുള്ള വിവരം കിട്ടുന്നത് പിന്നെ പ്രതികളെ പിടിക്കുന്നുണ്ടല്ലോ ചിലരെയൊക്കെ, അവരുടെ ഈ കോൾ ലിസ്റ്റ് CDR നോക്കുമ്പോഴാണ് പോലീസുകാരുടെ നമ്പർ കിട്ടുന്നത്, പോലീസിന് കിട്ടുന്നത്, പോലീസിൽ തന്നെ മറ്റുദ്യോഗസ്ഥർക്ക് കിട്ടുന്നത്. അവിടുന്നാണ് അവർ പുതിയ പിടുത്തം തുടങ്ങുന്നത്. ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള ആള് എന്ന നിലയ്ക്ക് പറയുകയാണ്. അങ്ങനെ അവിടുന്ന് തപ്പിയാണ് പോലീസ് മുമ്പോട്ട് പോകാറുള്ളത് എപ്പോഴും. അതൊരു കാര്യം. മറ്റൊരു കാര്യം, എക്സൈസിന്റെ കാര്യം സൂചിപ്പിച്ച് പോയതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്കൊന്ന് ടച്ച് ചെയ്യുന്നുള്ളതേ ഉള്ളൂ ജിംസ്. അത് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുകയല്ല ഞാൻ. പ്രിയപ്പെട്ട ലിജു ആണ് എക്സൈസ് മന്ത്രി. ആകെ കേരളത്തിലെ എക്സൈസിന്റെ സ്ട്രെങ്ത് എത്രയാണെന്നറിയും? നമുക്ക് ലജ്ജ തോന്നും കേട്ടാൽ. 5500 എക്സൈസ് പോലീസാണുള്ളത്, എക്സൈസ് സ്റ്റാഫാണുള്ളത്. 5500 പേരെ കൊണ്ട് എന്ത് കാര്യം ചെയ്യാനാണ് കേരളത്തിൽ കഴിയുക? പോലീസിന് 60,000 പേരേ ഉള്ളൂ. അവർക്ക് തന്നെ പല പണികളുണ്ട്. ഒരു സ്റ്റേഷനിൽ 30 പേര് കൊണ്ടാണ് 25 പേര് കുറയുന്നത് എന്നാണ് ചട്ടമെങ്കിലും 15 പേര് കൂടുതൽ സ്റ്റേഷനിൽ കാണാറില്ല. എക്സൈസുകാർ ഇത്രയേ ഉള്ളൂ. ഒരു ജില്ലയിലുള്ള പോലീസിന് അത്ര പോലും ഇല്ല സ്റ്റേറ്റിൽ. അങ്ങനെയാണ് എക്സൈസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെ നവീകരിക്കണമെന്നൊക്കെ ഒത്തിരി പറയാനുണ്ട്. അതിന്റെ പ്രശ്നങ്ങളും പറയാനുണ്ട്. ഞാൻ ഇത് സൂചിപ്പിച്ച് പോയതുകൊണ്ട് മാത്രം പറയുക. എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇനി മിനിസ്റ്ററായ ലിജു ആലോചിക്കട്ടെ. ഇത് നല്ല എന്താണ് കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. അദ്ദേഹം അത്തരം കാര്യങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. ഈ ചില ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഹബ്ബുകൾ വരുന്നത്. ഇത് സിന്തറ്റിക് ഡ്രഗ്സാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലല്ലാതെ ഉത്പാദിപ്പിക്കുന്നുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം, വരുന്ന എവിടുന്നാണെന്നുള്ള അറിയുകയും ചെയ്യാം. വരുന്ന ഭാഗത്ത് ഒരു നിയന്ത്രണം, തടസ്സം, പ്രതിബന്ധം ഉണ്ടാക്കാൻ കഴിയാത്ത വിധം അവർ ശക്തരാണ്. അവിടെ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് അനിൽ ബോസ്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് അനിൽ ബോസ് എന്ന് പറഞ്ഞാൽ എനിക്കും അത് കേൾക്കാൻ താല്പര്യമുണ്ട്. അനിൽ ബോസ്, ശരി, ഞാൻ അനിൽ ബോസിലേക്കും മറ്റതിഥികളിലേക്കും വരാം. ശ്രീ അനിൽ ബോസ്, PV അൻവർ MLA ആയിരിക്കെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം പോലീസിലുള്ള വലിയൊരു നെക്സസിനെ കുറിച്ചായിരുന്നു. നെക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വിശാലമാണ്, വിപുലമാണ്. ഒന്ന്, അവർ സ്വർണം പൊട്ടിക്കൽ ഗ്യാങ്ങായി മാറുന്നു ആ പോലീസ്. മറ്റൊന്ന്, അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി കൊലപാതകങ്ങൾ, തിരോധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ചെറുപ്പക്കാരെ വ്യാജ മയക്കുമരുന്ന് കേസുകളിൽ കുടുക്കുന്നു, പ്രത്യേകിച്ചും മലപ്പുറത്ത്. ഇനി അതിൻ്റെ തലപ്പത്തുള്ളത് ADGP MR അജിത് കുമാറാണ്. അയാളെക്കുറിച്ചുള്ള UDFന്റെ ആരോപണം പൂരം കലക്കാൻ വേണ്ടി RSS മേധാവിയുമായി രഹസ്യ ചർച്ച നടത്തിയതൊക്കെയാണ്. അതായത് അതിശക്തമായ ഒരു ഗ്യാങ്ങാണിത്. അവരുടെ പ്രവർത്തന രീതിയും മേഖലയും വിശാലമാണ്. അങ്ങനെ ഒരു വലിയ മാഫിയ പോലീസിനകത്ത് തന്നെ ഉണ്ട് എന്നിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ തുഫാന്റെ വിജയസാധ്യത ചോദ്യം ചെയ്യുന്നത്. മറ്റൊന്ന്, ജയേന്ദ്രൻ ചോദിക്കുന്ന ചോദ്യം, ഉറവിടത്തിൽ പോയി ഇതില്ലാതാക്കും എന്നായിരുന്നു രമേശ് ചെന്നിത്തല തന്നെ പ്രഖ്യാപിച്ചത്. അത് എത്രമാത്രം സാധ്യമാകും? അല്ല, ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് മുന്നിൽ ഒരു മാഫിയയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കൃത്യമായ നടപടികൾ സുതാര്യമായി സ്വീകരിച്ചാൽ ഒരു മാഫിയയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒന്ന്, ഇത്തവണ തീരുമാനിക്കപ്പെടുന്ന ഈ ഓപ്പറേഷൻസ് വളരെ ഗൗരവതരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓപ്പറേഷൻ കുബേര. ആ ഓപ്പറേഷൻ കുബേരയുടെ കാലത്ത് പോലീസുകാരില്ലായിരുന്നു അതിൻ്റെ അകത്ത്? ഉയർന്ന ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നു അതിൻ്റെ അകത്ത്? അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലേ? എത്രയോ സ്ഥലത്ത് പോലീസുകാരുടെ ഒത്താശയോടുകൂടി അവരുടെ ബിനാമികളായി വർക്ക് ചെയ്തവരും അവർ നേരിട്ട് തന്നെ ചെയ്ത കോട്ടയം അടക്കമുള്ള പ്രദേശങ്ങളിൽ എത്ര കേസുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം അന്ന് ഉണ്ടായിരുന്നേ. പല ആളുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നേ, പല ആളുകൾക്കെതിരെ ഇന്നും കേസ് നടക്കുന്നുണ്ടെന്നേ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, പല ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, അതിനപ്പുറമുള്ള പല ആളുകളും ഇതിൻ്റെ അകത്തൊക്കെ കണ്ണികളായിട്ടുണ്ട്, ഇല്ലേ? ഈ ആലപ്പുഴയിൽ എടുത്താൽ ജയചന്ദ്രൻ ഞാനും ആലപ്പുഴയാണല്ലോ. ആലപ്പുഴയിൽ ലഹരി വ്യാപാരത്തിൻ്റെ കുത്തക ആർക്കാ? നമുക്കറിയില്ലേ? പരസ്പരം അറിയില്ലേ? ഏത് പാർട്ടിയാണ് അതിന് പിന്നിൽ? ഏത് നേതാക്കളാണ് ആ പ്രതികളെ സംരക്ഷിക്കുന്നത്? എവിടുന്നാണ് ഇതെല്ലാം കൊണ്ടുവന്നത്? അറിയില്ലേ? ഒരു സംസ്ഥാനത്ത് മുൻ മന്ത്രി തന്നെ നേരിട്ടിറങ്ങി സംരക്ഷിച്ചില്ലേ ആ ലഹരി മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്ന ആളെ? ഇല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെയല്ലേ ഒരു മുൻ MLA യുടെ മകൻ ഇത് ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കേസുണ്ടായത്?
കുട്ടികളാണെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു മന്ത്രിയെ നമ്മൾ കേരളത്തിൽ കണ്ടില്ലേ? അതുണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ UDFന്റെ ഇന്നത്തെ ഈ ഗവൺമെന്റ് ആദ്യത്തെ വാക്ക്. മന്ത്രി സജി ചെറിയാൻ, അന്നത്തെ മന്ത്രി സജി ചെറിയാനെ പോലെ ലഹരി ഉപയോഗിച്ചാൽ അത് സിഗരറ്റ് വലിക്കാത്ത ആരാണുള്ളത് എന്ന് ചോദിച്ച് നിസ്സാരവൽക്കരിക്കുന്ന, ലഹരി കൊണ്ടുവരുന്ന പാർട്ടി സഖാക്കൾക്ക് പിന്തുണ കൊടുക്കുന്ന സർക്കാർ ആയിരിക്കില്ല ഇത്. അതാണ് ആദ്യത്തെ നമ്മുടെ വാക്ക്. പിന്നെ ഇവിടെ DJ പാർട്ടികൾ നടക്കുന്നുണ്ട്. ഒരുപാട് പ്രമാണിമാർ പങ്കെടുക്കുന്നതാണ് DJ പാർട്ടികൾ. അതുപോലെ തന്നെ കടലിലും കരയിലും ഇതിൻ്റെതായ പിന്നെ വിനിമയം നടക്കുന്നുണ്ട്, ഇല്ലേ? നടക്കുന്നില്ലേ? ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ലേ? റെസിഡൻഷ്യൽ ഏരിയ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം നിങ്ങൾ പരിശോധിക്കണം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന, പ്രത്യേകിച്ച് ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിരിക്കുന്ന പുതിയ ശൈലിയിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള മാലിന്യ കൂമ്പാരം അല്ലെങ്കിൽ നീരൊഴുക്ക്, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, അതടക്കമുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് എല്ലാ സാങ്കേതിക മികവോടും കൂടി ആ ഏരിയയിൽ ഇതുണ്ടോ എന്ന്, മാലിന്യത്തിൽ പോലും ഇതുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദ്ധതി പ്രഖ്യാപിക്കാൻ പോകുന്നേ ഉള്ളൂ 2-ാം തീയതി. അതിന് ശക്തമായി എക്സൈസിന്റെ പങ്കാളിത്തമുണ്ട്, ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷനുണ്ട്, മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും കൂട്ടായ തീരുമാനമുണ്ട്. അതിൻ്റെ അകത്ത് ഏത് പോലീസ് ഉദ്യോഗസ്ഥന് പങ്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക് എത്ര പ്രമാണിയായാലും പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ DJ പാർട്ടി ആരെങ്കിലും പറയാറുണ്ടോ? വിവാഹ പാർട്ടികൾ പറയാറുണ്ടോ? കടലിലും കായലിലും ഉല്ലാസ നൗകളിൽ നടക്കുന്ന ആളുകളെ കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? റെസിഡൻസ് ഏരിയയിൽ പോയി ഇന്നലെ വരെ ഇങ്ങനൊരു പരിശോധന നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. അതിനെല്ലാം സാങ്കേതികമായി പറഞ്ഞല്ലോ, അതിന് പ്രത്യേകം ചാറ്റ് ബോട്ടുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ, കംപ്ലൈന്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് പാരിതോഷികം കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ. ഇതൊരു ജനകീയ മുന്നേറ്റമാണ്. അത് സർക്കാർ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. സർക്കാരാണ് അഡ്മിനിസ്ട്രേഷൻ, പക്ഷേ ജനങ്ങൾ ഉണ്ടാവണം കൂടെ. ആ ജനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളും ഗവൺമെന്റും ഒരുമിച്ച് നിന്നാൽ താർക്കാൻ കഴിയാത്ത ഏത് മാഫിയാണെന്ന് കേരളത്തിലുള്ളത്? അവിടെ അലംഭാവം ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ തഴച്ച് വളരുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ സംസ്ഥാനത്തും ചരിത്രമെടുത്താൽ പല സംസ്ഥാനങ്ങളിലും ഇതൊക്കെ ഉണ്ട്, പല രാജ്യങ്ങളിലും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ അന്തർ സംസ്ഥാന തലത്തിൽ ഇതിന് മേധാവിത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുചേർത്തുകൊണ്ട് ഒരു പൊതു പാക്കേജാണ്. ഞാനൊരു ഉദാഹരണം പറയാം. തമിഴ്നാട്ടിലെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമോ? എല്ലാ സ്ഥലത്തും ഈ MDMA പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ 15 ദിവസം 30 ദിവസമൊക്കെ ആകുമ്പോൾ ജാമ്യം എടുത്ത ആളുകൾ പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ ചട്ടങ്ങൾക്കപ്പുറം പ്രത്യേകമായി ചീഫ് ജസ്റ്റിസും DGPയും ചീഫ് മിനിസ്റ്ററും ചേർന്ന് പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. നിങ്ങൾ തിരക്കി നോക്കുക, കോടതികളിൽ നടക്കുന്ന കേസുകൾ, ജയിലിൽ കിടക്കുന്ന, കേരളത്തിൽ നിന്നടക്കം പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കുട്ടികളുടെ എണ്ണം വർഷം എത്രയായി കിടക്കുന്നു. വക്കീൽ എന്നുള്ളതിൽ എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട്, വലിയ ബോധ്യമുള്ള കാര്യങ്ങളുണ്ട്. 4, 5, 6 വർഷം കിടന്നിട്ട് പോലും കേസ് തീരുന്നില്ല. ഇവിടുന്ന് പഠിക്കാനായി പോയ കുട്ടികളാ. അറിഞ്ഞു പെട്ടവരുണ്ട്, അറിയാതെ പെട്ടവരുണ്ട്. കർണാടകയിൽ എത്രയോ കാലങ്ങളായി കിടക്കുന്ന ആളുകളുണ്ട്. ഈ കുട്ടനാട്ടിൽ നിന്ന്, ചങ്ങനാശ്ശേരിയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന് കിടക്കുന്ന ആളുകളുടെ ഓരോ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. അപ്പം നിയമം ശക്തമായാൽ പുറത്തൊരുത്തനും ഇറങ്ങൂല. ആരെത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും, എത്ര കോടി ഒഴുക്കിയാലും ആക്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. ഈ കാര്യത്തിൽ വളരെ കൃത്യമാണ്, വളരെ സുതാര്യമാണ്. മുൻ അനുഭവങ്ങളുടെ ബോധ്യത്തിലും വിശ്വാസത്തിലും ഞാൻ പറയുകയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലുള്ള രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകൾ അത് കേരളത്തിനൊരു പുതിയ മാതൃക സൃഷ്ടിക്കും. അത് കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യമാകും. ജനങ്ങൾ കൂടെ നിൽക്കണം എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനകത്ത് മുഖം നോക്കേണ്ട കാര്യമില്ല. എൻ്റെ കുട്ടിയെ ബാധിച്ചാലും, നിങ്ങളുടെ കുട്ടിയെ ബാധിച്ചാലും, നമ്മുടെ കുട്ടികളെ ബാധിച്ചാലും, കേൾക്കുന്ന ഏത് ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ ബാധിച്ചാലും അത് ആ കുടുംബത്തിനും സമൂഹത്തിനും ആപത്താണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തിരുത്താൻ കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല, ജാതി മതമൊന്നുമല്ല, ഒരുമിച്ച് നിൽക്കണം. ആ ഒരുമിച്ച് നിൽക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ എന്ന ഒരു സന്ദേശം UDF കൊടുക്കുന്നു, ഗവൺമെന്റ് കൊടുക്കുന്നു, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊടുക്കുന്നു, എക്സൈസ് വകുപ്പ് മന്ത്രിയും കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആ 2 പേരുടെയും പേരുകൾ ക്ലബ്ബ് ചെയ്ത് ഈ ചർച്ചയിൽ പറഞ്ഞത്. 2 പേരും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരല്ല, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അതുകൊണ്ട് ഉത്തമമായ വിശ്വാസം കേരളത്തിലെ ഉണ്ടാകും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ, ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ പരിശ്രമം ഈ കാര്യത്തിലുണ്ടാവും. അതിൻ്റെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അകത്താണ് പ്രതിയെങ്കിലും പുറത്താണ് പ്രതിയെങ്കിലും, അതാരാണ്, ഏത് മാഫിയാണെങ്കിലും അത് ചോട്ടെ പറിക്കാനുള്ള നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കും. അത് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്, ഭരണ നിലപാടാണ്. ശരി, ശ്രീജിത്ത്, ഈ PV അൻവർ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആഭ്യന്തരമന്ത്രിക്കും പോലീസ് മേധാവിക്കും പുതിയ ഒരു സെറ്റ് പരാതികൾ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം മുഴുവൻ കാണുന്നത്. വോട്ടെണ്ണൽ ദിവസം തന്നെ ചില പോലീസുകാരെ സ്ഥലം മാറ്റുന്നു,
ഇപ്പോൾ ചൈത്ര തെരേസ ജോൺ തന്നെ ഈ പോലീസിലെ ഡ്രഗ് മാഫിയ ബന്ധം വെളിപ്പെടുത്തുന്നു. ഇനി അറിയാനുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, മാമി തിരോധാന കേസ് അറിയണം. മലപ്പുറത്ത് യുവാക്കളെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ പോലീസുകാരൊക്കെയാണ്, അവർക്ക് സംരക്ഷണം ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥരാരൊക്കെയാണ് എന്നറിയണം. RSS മേധാവിയെ പോയി കണ്ട ADGP MR അജിത് കുമാർ തന്നെയാണോ തൃശ്ശൂർ പൂരം കലക്കിയതെന്നറിയണം. ഇങ്ങനെ ഒരുപാട് കേസുകൾ ഓൺഗോയിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇപ്പോൾ ഉണ്ട് ഈ സർക്കാരിൻ്റെ മുമ്പിൽ. അപ്പോൾ അതിൽ ഒരു സുശക്തമായ നടപടിയിലേക്ക് സർക്കാർ പോകുമെന്ന് ശ്രീജിത്ത് കരുതുന്നുണ്ടോ? PV അൻവർ ഈ രണ്ടാമത് സെറ്റ് കൊടുത്ത പരാതി കൂടാതെ ഈ DRIയും അതുപോലെ കസ്റ്റംസും ഒക്കെ ഈ സംഭവങ്ങൾ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ടോ? അജിത് സാർ, അത് ശ്രീ PV അൻവർ DGPക്കും ചീഫ് സെക്രട്ടറിക്കും മാത്രമല്ല കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം DRI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കസ്റ്റംസ് കമ്മീഷണർ, അങ്ങനെ എൻ്റെ അറിവിൽ 6 സെറ്റ് പരാതികളാണ് അദ്ദേഹം ഈ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഈ MDMA ബന്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ 6 പേർക്കാണ് അദ്ദേഹം പരാതി കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഈ സർക്കാരിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടും അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരു പുനരന്വേഷണം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വളരെ ശുഭാപ്തി പ്രതീക്ഷത്തോടുകൂടിയാണ് അൻവർ അതിനെ കാണുന്നത്. ഇനി 2, അജിംസ് പറഞ്ഞ ഈ മാമി തിരോധാനം അല്ലെങ്കിൽ റിദാൻ ഫാസിൽ വധക്കേസ് അങ്ങനെയുള്ള വിഷയങ്ങൾ, ഞാനതിനകത്തൊരു ഈ റിദാൻ ഫാസിൽ വധക്കേസ് ഞാനത് ഇപ്പോൾ അത് പറയാൻ കാരണം, ഈ റിദാൻ ഫാസിൽ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതായിട്ട് കേരളത്തിൻ്റെ DGP ഉത്തരവിടുന്നു ഒരു തീയതിയിൽ. ഈ ഉത്തരവിടുന്നത് ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ലോക്കൽ പോലീസ് മലപ്പുറം ജില്ലാ കോടതിയിൽ ഒരു 173(8) CRPC പ്രകാരം ഒരു നോട്ടീസ് കൊടുക്കുന്നു. അതായത് ഈ റിദാൻ ഫാസിലിന്റെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിനെ കുറിച്ച് വിശ്വസനീയമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിന്റെ വിചാരണ നിർത്തിവെച്ച് എന്ത് ചെയ്യണം, ഈ CRPC പ്രകാരം അതിന്റെ തുടരന്വേഷണം നടത്തുവാൻ അനുമതി നൽകണം എന്നൊരു റിപ്പോർട്ടാണ് മലപ്പുറം ജില്ലാ കോടതിയിൽ കൊടുക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കാനിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോണിലാണ് PV അൻവർ ആരോപിച്ചത് ഈ പറയുന്ന മലപ്പുറത്തെ MDMA സംഘങ്ങൾ, സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, ഇവർക്ക് മലപ്പുറത്തെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധം ആ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നുവെന്നും ആ മൊബൈൽ ഫോൺ പോലീസാണ് നശിപ്പിച്ചതെന്നുമായിരുന്നു PV അൻവറിന്റെ ആരോപണം. ആ ഫോണിനെ കുറിച്ച് അൻവർ പറഞ്ഞപ്പോഴാണ് ലോക്കൽ പോലീസ് എന്ത് ചെയ്യുന്നു, ഇത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളിത് പുനരന്വേഷിക്കുന്നു. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് 173(8) CRPC പ്രകാരമുള്ള ഒരു നോട്ടീസ് കോടതിക്ക് കൊടുക്കേണ്ടത് അതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. ഇത് അതിനു പകരം വളരെ തിടുക്കപ്പെട്ടു എടവണ്ണ സ്റ്റേഷനിലെ ഒരു ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ ആണ് എന്ത് ചെയ്തത്, ഇത് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ലെറ്റർ പോയത് എവിടെ നിന്നാണ്? ഈ പറയുന്ന മുൻ SP-യുടെ ഏറ്റവും വിശ്വസനായ ഒരു ഗ്രേഡ് SI, മലപ്പുറത്തെ കോർട്ട് ഡ്യൂട്ടിയിൽ ചെയ്യുന്ന ഒരു ഗ്രേഡ് SI-യുടെ ലാപ്ടോപ്പിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ലെറ്റർ പോയിരിക്കുന്നത്. ആ ഗ്രേഡ് SI-യെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു. പക്ഷേ ഉന്നത തലത്തിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ആ ചോദ്യം ചെയ്യലിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒഴിഞ്ഞു മാറുന്നു അല്ലെങ്കിൽ രക്ഷപ്പെടുന്നു. ഇതാണ് ഞാനത് പോയിന്റായിട്ട് പറയുകയാണ്, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സാധനമായതുകൊണ്ടാണ്. അത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ ഈ മാമി തിരോധാന കേസിൽ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 4 ദിവസം മുമ്പ് അവരുടെ കുടുംബത്തെ കണ്ടിട്ടുണ്ട്. ഒരാൾ പെട്ടെന്ന് വാനിഷ് ആവുകയാണ്. അങ്ങനെ ഒരാൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും സോഷ്യൽ മീഡിയയും സാങ്കേതിക വിദ്യകളും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി, ഇത്ര ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു വ്യക്തി ഒരു ദിവസം പെട്ടെന്ന് വാനിഷായി പോവുകയാണ്. കേരള പോലീസിന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ കേസുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പോലെ ഇച്ഛാശക്തിയുള്ള കേരളത്തിന്റെ പുതിയ ആഭ്യന്തരമന്ത്രിയാണ്. ആ ആഭ്യന്തരമന്ത്രിക്ക് ഈ PV അൻവർ ഉന്നയിച്ച ആരോപണം ഉൾപ്പെടെ ഇത്തരത്തിൽ ഗുരുതരമായ വിഷയങ്ങൾ, ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു കോംപ്രഹെൻഷൻ ആയിട്ടുള്ളൊരു അന്വേഷണം നടത്തുവാനും അത് വിജയകരമായിട്ട് അതിലെ കൾപ്രിറ്റ്സിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ പറയുന്ന ഈ കോൺഗ്രസിന് വോട്ട് കൊടുത്ത ഈ നാട്ടിലെ യുവാക്കൾ, ഈ നാട്ടിലെ പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉറപ്പായും സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ശുഭാപ്തി വിശ്വാസമുള്ളത്. ശ്രീത്ത്, അങ്ങനെയാണെങ്കിൽ ചൈത്ര തെരേസ ജോൺ ഇന്നത് തുറന്നു പറയാൻ കാരണം, ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് തുറന്നു പറയാൻ കാരണം ഇതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ എന്നുകൂടിയല്ലേ? കാരണം 3 പോലീസുകാർ അവിടെ നിന്ന് മാറ്റുന്നു, ഈ ബന്ധമുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡ്രഗ് മാഫിയുമായി ബന്ധമുണ്ട് എന്ന വിവരം അത് ചെറിയൊരു വിവരമല്ല. ഒരു IPS ഉദ്യോഗസ്ഥ, ഒരു ജില്ലയുടെ പോലീസ് ചുമതലയുള്ള ജില്ലാ പോലീസ് മേധാവി പറയുകയാണ്, ഞങ്ങളുടെ സേനയിലെ
ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡ്രഗ് മാഫിയ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞായിട്ട് നമുക്ക് ഓർമ്മയേ ഇല്ല. അത് ചെറിയ കാര്യമല്ലോ ശ്രീത്ത്. അപ്പോൾ അതായത് ഇത് ഭരണകൂടത്തിന് കൂടി ഒരു മെസ്സേജ് കൊടുക്കുകയാണ് മലപ്പുറത്ത് നിന്ന് എന്ന് വരില്ലേ? അല്ല, അതിപ്പോൾ ഞാൻ ഈ നേരത്തെ അജിംസ് ചോദിച്ച ഒരു കാര്യത്തിൽ ഞാൻ മറുപടി പറയാൻ വിട്ടുപോയി. ഈ കസ്റ്റംസിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഈ കരിപ്പൂരിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്ത, ഈ പറയുന്ന വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് സ്വർണം പിടിച്ചെടുത്ത 3 സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക്, അതായത് SHOമാർക്ക് കസ്റ്റംസ് വകുപ്പ് 112B കസ്റ്റംസ് ആക്ട് പ്രകാരം പെനാൽറ്റി അടിക്കാതിരിക്കുവാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഷോക്കോസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 7 നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. എവിടുന്ന്? കസ്റ്റംസ് വകുപ്പ്. അതായത് ഈ പറയുന്ന കേന്ദ്ര നിയമത്തിനെ വ്യതിചലിച്ചുകൊണ്ട്, അതിനെ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്വർണം പിടിച്ചത് എന്ന് ആര് കണ്ടെത്തുന്നു? കസ്റ്റംസ് വകുപ്പ് കണ്ടെത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സ്വർണം പിടിച്ചവർക്കാണ്, സ്വർണം പിടിച്ച ഓഫീസർമാർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫൈൻ അടയ്ക്കാനായിട്ട്, പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനായിട്ട് കസ്റ്റംസ് വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി അവർ ഫൈൻ അടയ്ക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണം. അപ്പം കസ്റ്റംസിന് മനസ്സിലായ നിയമലംഘനമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി പോലും കസ്റ്റംസിന്റെ നോട്ടീസിനെ അനുകൂലിച്ച് മാത്രമേ അതിന്റെ ഉത്തരവ് ഉണ്ടോയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചൈത്രമാടത്തിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അജിംസ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ സമൂഹം ഇത് കേൾക്കട്ടെ, ഈ പുതിയ ഗവൺമെന്റ് ഇത് കേൾക്കട്ടെ, ഈ പറയുന്ന പോലീസിലെ ഈ പറയുന്ന ലഹരി മാഫിയയ്ക്ക് അതിന്റെ വേരുകൾ ഈ പറയുന്ന ഉന്നത തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. അതിനെ എന്ത് ചെയ്യണമെങ്കിൽ മൂടോടെ ഇവിടുന്ന് പിടിതെറിയണമെങ്കിൽ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു SP മാത്രം വിചാരിച്ചാൽ നടക്കില്ല. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കണം. ഈ പറയുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുകൂടി എന്ത് ചെയ്യണം? ഇതുകൂടെ പരിഗണനാ വിഷയമായിട്ട് ഏറ്റവും പരമപ്രാധാന്യമായിട്ടുള്ള പരിഗണന ഇതിന് കൊണ്ടുവരണം. കാരണം ഇതിൽ പാളയത്തിൽ പട നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിന് ആദ്യ പരിഗണന കൊടുക്കണം. അതിനുശേഷം മാത്രമേ ഈ പറയുന്ന നമ്മൾ തൂഫാനുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഫലപ്രദമായി ചെയ്യുവാൻ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ജനറലായിട്ട് പറയുന്നത്, ഇപ്പം നർക്കോട്ടിക് സെല്ലുകൾ എല്ലാ ജില്ലയിലും ഒരു നർക്കോട്ടിക് സെല്ലുണ്ട്, ഒരു നർക്കോട്ടിക് സെൽ DYSP ഉണ്ട്. ഇദ്ദേഹമാണ് ജില്ലയിലെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന NDPCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് യാതൊരു അധികാരങ്ങളുമില്ല. നർക്കോട്ടിക് സെൽ DYSPയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അച്ചടക്ക നടപടി അന്വേഷിക്കുക. 2, ജില്ലയിലെ ഏത് VVIP വന്നു കഴിഞ്ഞാലും അദ്ദേഹമായിരിക്കും അതിൻ്റെ എസ്കോർട്ട് ഓഫീസർ. 3 പറയുന്നത് ജില്ലയിലെ എല്ലാ പോലീസ് പദ്ധതികളുടെയും നോഡൽ ഓഫീസറായിരിക്കും ഈ നർക്കോട്ടിക് സെല്ലിന്റെ DYSP. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തസ്തിക എന്താണോ ആ തസ്തികയിൽ പറഞ്ഞിരിക്കുന്ന ജോലി ചെയ്യുവാൻ അദ്ദേഹത്തിന് സമയം കിട്ടാറില്ല, സാഹചര്യം കിട്ടാറില്ല. അദ്ദേഹം ഇതുമായിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഈ പുതിയ ഗവൺമെന്റ് അടുത്ത് എനിക്കൊരു നിർദ്ദേശം പോലെ പറയുവാനുള്ളത്, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ എക്കണോമിക് ഒഫൻസ് വിങ് അല്ലെങ്കിൽ DCRB, ഇങ്ങനെ പോലീസിന്റെ പല വിങ്ങുകൾക്ക് ADGP, IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നർക്കോട്ടിക്സ് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് അതിന് ആതറൈസ് ചെയ്യപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനില്ല. അപ്പോൾ ഒന്ന് ഈ പറയുന്ന ജില്ലയിലെ നർക്കോട്ടിക് സെൽ DYSPമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവരുടെ ഈ ബാക്കിയുള്ള ജോലി ഭാരങ്ങൾ കുറയ്ക്കുക, അവർക്ക് നർക്കോട്ടിക്സിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള അധികാരങ്ങൾ വിപുലമാക്കുക, ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിനായിട്ട് സംസ്ഥാന തലത്തിൽ മിനിമം ഒരു IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യുക, ഇവരുടെ ഒരു ഹെഡ് ഓഫീസറായിട്ട് പോസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് ഇതിനെ നേരിടാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഈ മലപ്പുറം സംഭവം ഉണ്ടല്ലോ, മലപ്പുറത്താണല്ലോ ഈ ആക്ഷേപങ്ങൾ മുഴുവൻ ഉള്ളത്. ഇത് മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ലല്ലോ, മറ്റു ജില്ലകളിലും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഒരു ADGP ആണ് ഇതിന്റെ തലവനെന്ന് PV അൻവർ പരാതി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ. അല്ല, അതാണ് ജിംസി. അതുകൊണ്ടാണ് ഇന്നത്തെ SP-യുടെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം എന്താണ്, ഒരു നിസ്സഹായമായ അവസ്ഥയിലാണ് SP സംസാരിക്കുന്നത്. അന്വേഷണങ്ങൾ നടക്കുന്നു, അന്വേഷണത്തിന്റെ വരട്ടെ, ഒരു പരിമിതമായ സാഹചര്യത്തിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. കാരണം എന്താണ്, ഇപ്പം ജിംസ് പറഞ്ഞതുപോലെ ഒരു ADGP ആയിരുന്നു ഇതിന്റെ തലവൻ. ഈ കേരളത്തിൽ നടന്ന ഇപ്പം മാമി തിരോധന കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചത് ADGP ആണെന്ന് അൻവർ പറയുന്നു. മുർദാൻ ഫാസിൽ വധക്കേസ് അട്ടിമറിച്ചത് പറയുന്നു. തൃശൂർ പൂരം കലക്കിയത് ADGP ആണെന്ന് പറയുന്നു. സ്വർണ്ണക്കടത്ത് നടത്തിയത് ADGP ആണെന്ന് പറയുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു ADGPയുടെ നിയന്ത്രണത്തിൽ ആണ് നടന്നതെന്നാണ് PV അൻവർ ആരോപിച്ചത്. ഒരു പക്ഷേ ഇതിലും ഈ പറയുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എന്തൊക്കെ സംശയിക്കുന്നുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? ഈ പറയുന്ന ഗവൺമെന്റ് ഈ പറയുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ ഈ കാര്യത്തിന്റെ അന്വേഷണത്തിനായി സ്വതന്ത്രയായി വിട്ടാൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അത് മേലിലേക്ക് പോകും, യാതൊരു സംശയമില്ല അതിനകത്ത്. ശരി.
എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ അടുത്ത മാസം, അതായത് ജൂൺ 2-ാം തീയതി ആരംഭിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ്, ആ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ചില ഹിന്റുകൾ, ചില സൂചനകൾ, ചില സന്ദേശങ്ങൾ നൽകുകയാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ചെയ്യുന്നത്. അതിന് ഭരണകൂടം എത്രമാത്രം ചെവിയോർക്കും? ഭരണകൂടം ഈ പറയുന്നൊരു ഭീഷണി, ഈ മാഫിയ പോലീസിനകത്തുണ്ട് എന്നുള്ള ഭീഷണി എത്രമാത്രം തിരിച്ചറിയും, എന്നിട്ട് ആ ഓപ്പറേഷനെ കുറെ കൂടി കാര്യക്ഷമമാക്കും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. നന്ദി ശ്രീ അനിൽ ബോസ്, ജയചന്ദ്രൻ, ശ്രീ എൻ ശ്രീജിത്ത്, ഇത്രയും സംസാരിച്ച